പ്രിയമുള്ളവരെ, ജീവൻ്റെ കവാടം, അതേ ജീവൻ്റെ കവാടത്തിൽ നമ്മളായിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നതിലൂടെ നമുക്ക് മനസ്സിലായി ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സ്നാനം മാമോദീസ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവനിൽ നിത്യജീവൻ ഉദയം ചെയ്തിരിക്കുന്നുവെന്നും, ഇനി ആ ജീവിതം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച് ഇവിടെ വെച്ച് തന്നെ നിത്യജീവൻ്റെ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനേറ്റവും തടസ്സം നിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ ദൃശ്യമായ മെറ്റീരിയലിസവും കൺസ്യൂമറിസവും, അങ്ങനെ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളിൽ ധാരാളമാകുമ്പോൾ ഈ ലോകം മുഴുവൻ നേടിയാലും നിത്യജീവനുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അതൊന്നുമല്ല. അതാണ് നമ്മൾ കേട്ടിട്ടുള്ള ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം എന്ന് പറയുന്നത്. ആത്മാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ ഈ ലോകം മുഴുവൻ നേടിയാലും ആ ലോകം മുഴുവനും സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള നമ്മുടെ ആത്മാവിൽ ദൈവത്തിന് തന്നെ വസിക്കുന്ന, ദൈവത്തിൻ്റെ നിത്യജീവൻ കൊണ്ട് നടക്കേണ്ട നമ്മുടെ ആത്മാവിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സ്വർണവും പണവും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെയും വയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഉദ്ദേശം പൂർത്തിയാകുന്നില്ല, നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നില്ല, നമ്മുടെ ജീവിതം സഫലതയിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ഈ യേശുക്രിസ്തുവിന് ശേഷമുള്ള നിരവധിയായ രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, എന്തുകൊണ്ട് യേശുക്രിസ്തുവിന് മുൻപ് ഇതുപോലെ രക്തസാക്ഷിത്വം ഉണ്ടായില്ല? പഴയ നിയമത്തിലൊന്നും വിശ്വാസത്തിന് വേണ്ടി ഇതുപോലെ മരിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. നമ്മളൊരിക്കൽ പരാമർശിച്ചു, 7 മക്കളെയും വറക്കുന്നതും പൊരിക്കുന്നതും നിയമത്തിന് വേണ്ടി, ദൈവത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി ഒരമ്മയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് 2 മക്ബായറിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? എൻ്റെ മക്കളെ ദൈവം എൻ്റെ വയറ്റിൽ സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കളെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ആ ദൈവം അവരെ വളർത്തും. അവർ മരിച്ചാലും ആ ദൈവത്തിൽ ജീവിക്കും. ഞങ്ങൾ അവരെ ഒരുമിച്ച് കാണുമെന്ന ബോധ്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ വളരെയധികം സ്ഥലങ്ങളിൽ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ മുൻ അവതരണങ്ങളുണ്ട്. അതോടൊപ്പം നമുക്ക് കാണാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3 യുവാക്കളെ വിശ്വാസത്തിനെ പ്രതി നെബൂഖദ്നേസർ ഉണ്ടാക്കിയ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ആ ലോകത്തുള്ള എല്ലാവരും ആ സ്വർണ്ണ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് സാഷ്ടാംഗം വീണപ്പോൾ ഇതാ 3 യുവാക്കൾ അതിനു പകരം അതിനെ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരായിട്ട് ആ 3 യുവാക്കളെ നെബൂഖദ്നേസർ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കണ്ടോ, തീച്ചൂളകൾ മാറിപ്പോയി, അല്ലെങ്കിൽ തീജ്വാല മാറിപ്പോയി. അവിടെ ദൈവം തൻ്റെ മാലാഖയെ അയച്ചുകൊണ്ട് 4മതൊരാൾ കൂടി ആ തീച്ചൂളയുടെ ഉള്ളിൽ നടക്കുന്നത് അവർ കണ്ടു. അതുപോലെ ആ സംഭവത്തിൽ ഇതാ നെബൂഖദ്നേസർ എന്ന രാജാവിന് മാനസാന്തരമുണ്ടായി. ഒരു രാജാവിന് മാനസാന്തരമുണ്ടാകേണ്ടതിന് ഇതുപോലത്തെ ഒരു വിശ്വാസ പ്രകടനം ആവശ്യമായിരുന്നു. എന്നാൽ ആ തീച്ചൂളയിൽ എറിഞ്ഞിട്ട് അവരുടെ തലമുടി നാര് പോലും കരിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ദാനിയേലിനെ തന്നെ സിംഹക്കുഴിയിലിട്ടു. ദാനിയേലിൻ്റെ രാജാവിനെ തന്നെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ആ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് വിളംബരം പ്രസ്താവിപ്പിച്ച് ദാനിയേലിനെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യാൻ വേണ്ടി തന്നെ സുഹൃത്തുക്കൾ ചെയ്ത പണിയാണത്. എന്നാൽ പിന്നീടാണ് രാജാവിനത് മനസ്സിലായത്, എൻ്റെ ആളുകൾ എന്നെ ചതിച്ചു. രാജാവ് സ്നേഹിക്കുന്ന ദാനിയേൽ ഇതുപോലെ ഒരു തിരിച്ചെടുക്കാൻ പറ്റാത്ത നിയമത്തിൻ്റെ ബന്ധനത്തിലാക്കിക്കൊണ്ട് രാജാവ് സ്നേഹിക്കുന്ന ദാനിയേലിനെ രാജാവ് തന്നെ ഇതാ സിംഹക്കുഴിയിലേക്ക് എറിയേണ്ടി വന്നു.
അപ്പോൾ രാജാവ് ദുഃഖിതനായിട്ട് രാത്രി മുഴുവനും രാജാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ മുമ്പ് പറയുകയാണ്, ഡാനിയേൽ, നീ ദിനരാത്രം ആരാധിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും. കണ്ടോ, പാഗൻ രാജാവ് ഇതാ ദൈവത്തെ, ഡാനിയേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ആ രാജാവ് രാത്രി മുഴുവൻ ഉപവസിച്ചുകൊണ്ട്, ആ വിജാതീയ രാജാവ് രാത്രി മുഴുവൻ ഉപവസിച്ചുകൊണ്ട് ഡാനിയേലിൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ രാത്രി മുഴുവനും തപസ്സിരുന്ന് പ്രാർത്ഥിച്ച രാജാവ് അതിരാവിലെ സിംഹക്കുഴിയുടെ അടുത്തേക്ക് വരികയാണ്. ഡാനിയേൽ, ഡാനിയേൽ, നീ നിരന്തരം സേവിക്കുന്ന, നീ ദിനരാത്രം ആരാധിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ സമർത്ഥനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഡാനിയേലിൻ്റെ സ്വരം രാജാവ് കേട്ടു. രാജാവ് നീണാൾ വാഴട്ടെ എന്ന്. സിംഹക്കുഴിയിൽ സിംഹങ്ങൾ ഡാനിയേലിനെ ഒന്നും ചെയ്തില്ല. സിംഹങ്ങളുടെ വായ മൂടിക്കെട്ടി. മാലാഖമാർ വന്ന് സിംഹങ്ങളുടെ വായ മൂടിക്കെട്ടി. കണ്ടോ, നിത്യതയിൽ വിശ്വസിക്കുന്ന, അനന്തതയിൽ വിശ്വസിക്കുന്ന ആ ഡാനിയേൽ സിംഹക്കുഴിയിൽ വന്നപ്പോൾ സിംഹങ്ങൾ ഭയന്നു മാറി. അപ്പോൾ ദൈവമാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടി ഇതുപോലെ ചെയ്യുന്നത്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമാവുമ്പോൾ ഉണ്ടാകുന്ന ശക്തിവിശേഷമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഇതാ അതുപോലെ വിശ്വസിക്കുന്നവരെ സിംഹക്കുഴിയിൽ എറിയുന്നു, സിംഹങ്ങൾ കടിച്ചു കീറി തിന്നുന്ന അനുഭവം. ദിസ് ഈസ് ദ ഫാലസി. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ദൈവം തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവപിതാവ് അബ്രാഹത്തിനോട് പറയാണ്, നീ നിൻ്റെ ഏകപുത്രനെ ദഹന ബലിയർപ്പിക്കുക. അബ്രാഹം ഇതാ കത്തിയുമായിട്ട് മകൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുന്നതിന് മുമ്പുള്ള ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കി. അബ്രാഹത്തിന് തീർച്ചയായിട്ടും ഒരു രക്തസാക്ഷിക്കുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് തന്നെ ജീവനായ തൻ്റെ മകൻ്റെ കത്തി കൊണ്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതും മറ്റൊരു തരത്തിലുള്ള രക്തസാക്ഷിത്വമാണ്. എന്നാൽ കർത്താവിനെ പ്രതി, കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ വരെ പരിത്യജിക്കാൻ തയ്യാറായിട്ടുള്ള അബ്രാഹം. അതിനുശേഷം ഇതാ ആ മകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ കണ്ടത്. ആ മകൻ്റെ ഉള്ളിൽ എന്താണ് പറയുന്നത്? എന്ത് ദൈവമാണിത്? എൻ്റെ അപ്പൻ തന്നെ എന്നെ മുറിക്കുന്നു, എന്നെ അറക്കുമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു രഹസ്യമാണ്. ആ അപ്പൻ്റെ വിശ്വാസം ഇതാണ്, മകനെ, എനിക്ക് നിന്നെ അറക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ എൻ്റെ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവായ ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് വിശ്വാസത്തിൻ്റെ പാറയാകാനും വിശ്വാസത്തിന് നക്ഷത്രമാകാനും വേണ്ടിയാണ്. ആ ദൈവം അരുളി ചെയ്യുകയാണ്, ഇപ്പോൾ ഇത് വേണമെന്ന്. നീ ഒന്ന് വിശ്വസിക്കുക മകനെ, നമ്മുടെ ദൈവം അനന്ത ദൈവമാണ്. നമ്മുടെ ദൈവം മരണത്തിൽ അവസാനിക്കുന്നില്ല. ഞാൻ നിന്നെ അറുത്താലും നീ മരിച്ചാലും നമ്മുടെ ദൈവത്തിന് നിന്നെ ഉയർപ്പിക്കാനും ആ ഉയർപ്പിച്ച ദൈവത്തിന് നിന്നെ അനന്തമാക്കി മാറ്റാനും കഴിവുള്ളവനാണ് മകനെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷേ ഇസഹാക്കിന് വിശ്വാസമായി. യെസ് ഇസഹാക്ക്, യെസ്, എന്നെ അറുത്തുകൊള്ളൂ, ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ നിമിഷത്തിൽ അബ്രാഹാം ഇസഹാക്കിൻ്റെ കഴുത്തിൽ കത്തിവെച്ചു. അപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. ഒരു നിമിഷം മുൻപോ ഒരു നിമിഷം പിൻപോ വൈകുകയില്ല. അവിടെ ദൈവം വൈകിയില്ല. എന്നപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ പ്രശ്നങ്ങളും അറിയുന്ന ദൈവം ഇതെല്ലാം അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള നിരവധി രക്തസാക്ഷികൾ നമ്മളിപ്പോൾ കണ്ടു. മാർപ്പാപ്പമാരുടെ രക്തസാക്ഷിയായതും നിരവധി ബിഷപ്പുമാർ രക്തസാക്ഷിയായതും ഇനി നമ്മൾ കാണുന്നത് ആദിമസഭയിലും അതിനുശേഷവുമുള്ള പ്രത്യേക തരത്തിലുള്ള നിരവധി രക്തസാക്ഷികൾ ആണ്. അതിൽ നമ്മൾ കാണുന്നത്
റോമിലുണ്ടായിരുന്ന സെൻറ്റ് ലോറൻസ് ഒരു ആർച്ച് ഡീക്കനായിരുന്നു. ആർച്ച് ഡീക്കനായിട്ട് വളരെ റോമായിൽ, വത്തിക്കാനിൽ വളരെയധികം ഉത്തരവാദിത്വമുള്ള ട്രഷറി, അതായത് ധനകാര്യ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ലോറൻസ് നിരവധി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും അതിനുവേണ്ടി സഭയുടെ മുഴുവനും സമ്പത്ത് അല്ലെങ്കിൽ ട്രഷറി കൈകാര്യം ചെയ്യുന്ന ലോറൻസിനെ ഇതാ അന്നത്തെ പ്രിഫെക്റ്റ്, അന്നത്തെ ഗവർണർ വിളിച്ചിട്ട് പറയുകയാണ്, ആ ധനം മുഴുവനും എനിക്ക് കൊണ്ടുവന്ന് തരിക. അങ്ങനെ ലോറൻസിന് സമയം കൊടുക്കുകയാണ്. വത്തിക്കാൻ്റെ സകല സമ്പത്തും ഞാൻ പിടിച്ചടക്കിയിരിക്കുന്നു, നീ അത് മുഴുവനും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ തീച്ചൂളയിൽ എരിയിക്കുമെന്ന പോലെ. ലോറൻസ് അന്ന് തന്നെ പാവപ്പെട്ട ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ സമ്പത്ത് മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നാളെ ഇത്ര മണിക്ക് ഗവർണറുടെ മുമ്പിൽ വരണം, ഗവർണറുടെ ബംഗ്ലാവിന്, ഗവർണറുടെ അരമനയ്ക്ക് മുമ്പിൽ എത്തണം. അങ്ങനെ ഗവർണറുടെ അരമനയ്ക്ക് മുമ്പിൽ വലിയൊരു ജനക്കൂട്ടം കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതാ ലോറൻസ് ഗവർണറുടെ മുമ്പിൽ ചെന്നിട്ട് പറയുകയാണ്, ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ധനം ഈ ദരിദ്രരാണ്, ഇവരാണ് സഭയുടെ ധനം, ഇവരാണ് സഭയുടെ ധനം, ഇവർക്ക് ഞാനിത് മുഴുവനും കൊടുത്തു കഴിഞ്ഞിട്ട്. ഗവർണർ രോഷാകുലനായി. അതോടൊപ്പം വീണ്ടും പറയുകയാണ്, അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ വളരെയധികം വിലപിടിപ്പുള്ള മുത്തുകളാണ്, രത്നങ്ങളാണ് നിരവധി വിധവകളും സമർപ്പിതരുമായിട്ടുള്ളവരെല്ലാം, അവരെല്ലാവരെയും ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ സഭയുടെ സ്വത്ത്. രോഷാകുലനായ ഗവർണർ പ്രിഫെക്റ്റ് ഇതാ പട്ടാളക്കാരോട് പറയുകയാണ്, നീ ഒരു ഇരുമ്പ് കട്ടിലിൽ കിടത്തി ഇവനെ തീച്ചൂള, ആ ഇരുമ്പ് കട്ടിലിൻ്റെ താഴെ ചൂള, അതായത് വിറക് അല്ലെങ്കിൽ കൽക്കരി കൂട്ടി തീ കെട്ടിട്ട് അതിൻ്റെ മീതെ ഇരുമ്പ് കട്ടിലിൽ ഇവനെ പൊരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഡീക്കൻ ലോറൻസിനെ ഇത്രയും അപാലബുദ്ധം ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശ്വാസികൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ സ്നേഹവാചനമായ സഭയുടെ നെടുന്തൂണായ ഡീക്കൻ ലോറൻസിനെ ഇരുമ്പ് കട്ടിലിൽ ഇതാ അവിടെ തീച്ചൂള കൂട്ടിയിട്ട് കനലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ലോറൻസിനെ അതിൽ കിടത്തി അവർ പൊരിച്ചു. ലോറൻസിൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം മുഴുവനും കത്തിപ്പൊരിഞ്ഞു കഴിഞ്ഞപ്പോഴും ലോറൻസ് കരയുന്നില്ല, ലോറൻസ് പുഞ്ചിരിക്കുകയാണ്. ലോറൻസ് സ്നേഹത്തോടെ പുഞ്ചിരിയോടെ പട്ടാളക്കാരോട് പറയുകയാണ്, എൻ്റെ ഒരു വശം മുഴുവനും കരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്നെ തിരിച്ചു കിടത്തി എൻ്റെ മറുവശവും കരിക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇതാണ് നിത്യതയിലേക്കുള്ള കവാടത്തിൽ ഈ ലോകത്തിൻ്റെ വേദനകളും ഈ ലോകം നമുക്ക് നൽകുന്ന ഒരു പീഡകളും അറിയില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് ആനന്ദകരമായി തീരുന്നു. ഇതനുഭവിക്കണോ? ഇതനുഭവിച്ച ആളുകളാണ് ഇവരെല്ലാവരും. ലോറൻസിൻ്റെ ഒരു വശം മുഴുവനും കരിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ടേൺ അറൗണ്ട് മീ, ഇറ്റ് ഈസ് ഡൺ. എൻ്റെ ഒരു വശം കരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്നെ തിരിച്ചു കിടത്തി എൻ്റെ മറുവശവും കരിക്കുക. ഇത് കണ്ടു നിന്ന അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. ഇത് കണ്ടു നിരുന്ന പട്ടാളക്കാർ വരെ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തായ്വേരുകൾ ശക്തമാകാൻ ആ കാലഘട്ടത്തിൽ ലോറൻസിനെ പോലെയുള്ള, ഇന്നും ലോറൻസിൻ്റെ പള്ളിയിൽ നമ്മൾ കാണാം ലോറൻസിൻ്റെ ഇരുമ്പ് കട്ടിലില്ലാതെ ലോറൻസിനെ നമ്മൾ കാണില്ല. ഇന്നും ആ വിശ്വാസം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ രക്തസാക്ഷിത്വത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണത്. നമ്മൾക്കും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ അതെല്ലാം പിശാചിൽ നിന്നാണെന്നോ അതെല്ലാം മറ്റാളുകളിൽ നിന്നാണെന്നോ വിചാരിക്കാതെ, ദൈവമേ നീ സർവാധിപനാണ്, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഞാനിത് സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ജീവൻ ഇവിടെയുള്ള ആരോഗ്യത്തിനോ ഇവിടെയുള്ള ധനസമ്പത്തിനോ ഇവിടെയുള്ള പ്രൗഢിക്കോ ഇവിടെയുള്ള സൽപ്പേരിനോ വേണ്ടിയല്ല,
ഇവിടെയുള്ള ഈ മെറ്റീരിയലിസത്തിനോ ഇവിടെയുള്ള ധനസമ്പാദനത്തിനോ വേണ്ടിയല്ല. ലോറൻസ് സഭയുടെ തന്നെ ട്രഷറിയിൽ നിന്നുള്ള സമ്പത്ത് മുഴുവനും ദരിദ്രർക്ക് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഈ ദരിദ്രരാണ് ഞങ്ങളുടെ സമ്പത്ത്, ഈ വിധവകളാണ് ഞങ്ങളുടെ രത്നങ്ങൾ, ഈ സമർപ്പിത കന്യകമാരാണ് ഞങ്ങളുടെ നിധി. ഇന്നും സഭയിൽ നമ്മുടെ ഏറ്റവും വലിയ നിധി ദരിദ്രരാണ്. സഭയുടെ ശക്തി ദാരിദ്ര്യമാണ്. സഭയിലെ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ വ്രതമെടുത്ത കന്യകമാരും വൈദികരും സഭയുടെ വലിയ ശക്തിയാണ്. അതും മറ്റൊരു തരത്തിലുള്ള അർപ്പണമാണ്, മറ്റൊരു തരത്തിലുള്ള ബലിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ മറ്റ് നിരവധി വ്യക്തികൾ, പ്രത്യേകിച്ച് ഒരു രാജാവ് കിങ് കനുട്ടൂസിൻ്റെ രാജ്യത്തിൽ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമിട്ടിട്ടുള്ള ഒരു നല്ല ജീവിത രൂപവൽക്കരിക്കാൻ ആരംഭിച്ചു. അതിനുവേണ്ടി അദ്ദേഹം നിയമസംഹിതകൾ തന്നെ മാറ്റി. അങ്ങനെ രാജ്യം മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിൽ നവീകരിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തന്നെ മാനസാന്തരത്തിൻ്റെ ശക്തമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ മനസ്സിലാക്കുകയും അദ്ദേഹം തന്നെ കുമ്പസാരിച്ച് സകല പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ സമയത്ത് ജനാലയിലൂടെ ഒരു ജാവലിൻ, ഒരു കുന്തം എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കിങ് കനുട്ടൂസ്. അങ്ങനെ ഒരു രാജാവ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയായപ്പോൾ ആ രാജ്യം മുഴുവനിലും ദൈവത്തിൻ്റെ കൃപ ഒഴുകാൻ തുടങ്ങി. അതാണ് രാജാവ്. ഇനി മറ്റ് രണ്ട് വിശുദ്ധരാണ് സെയിൻറ്റ് യോനാസ് ആൻഡ് സെയിൻറ്റ് ബറാച്ചിസ്യൂസ്. സെയിൻറ്റ് ബറാച്ചിസ്യൂസ് ആൻഡ് സെയിൻറ്റ് യോനാസ് ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. കിങ് സപ്പൂറിൻ്റെ കാലത്ത് പേർഷ്യയിൽ വെച്ചിട്ടുണ്ടായതാണ്. പേർഷ്യയിൽ കിങ് സാപ്പൂർ രാജ്യം ഭരിക്കുമ്പോൾ ഇതാ കിങ് സാപ്പൂർ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു രക്തച്ചൊരിച്ചിലടങ്ങുന്ന ഒരു വിപ്ലവം പ്രഖ്യാപിക്കുകയാണ്. അതിഭയങ്കരമായ പെർസിക്യൂഷൻ, മതപീഡനം ആരംഭിച്ചു. ആ മതപീഡന സമയത്ത് യോനാസും ബർച്ചാസ്യൂസും ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അങ്ങനെ അവർക്ക് വിശ്വാസത്തിൻ്റെ ശക്തി പകർന്നുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം, വിശ്വാസത്തിന് വേണ്ടി മരിക്കണം, വിശ്വാസം തളരരുത് എന്ന പ്രബോധനവും ശക്തിയും കൊടുത്തുകൊണ്ട് അവർ നിരവധി പേരെ രക്തസാക്ഷിത്വത്തിൻ്റെ മുടി അണിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി പേർ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകാൻ ഇവർ അവരെ ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് യോനാസിനെയും ബർച്ചാസ്യൂസിനെയും രക്തസാക്ഷികളാക്കുകയാണ്. അവരെ ക്രൂരമായ വധപീഡനത്തിന് വിധേയരാക്കുകയാണ്. അവരോട് പേർഷ്യയിലെ രാജാവ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിട്ടിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന ഈ സൂര്യനെയും ചന്ദ്രനെയും വെള്ളത്തെയും അഗ്നിയെയും ആരാധിക്കണം. ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം സൂര്യനാണ്, ചന്ദ്രനാണ്. സൂര്യനും ചന്ദ്രനെയും ദൈവമായി ആരാധിച്ചിരുന്ന ആ രാജാവ് പറയുകയാണ്, നിങ്ങൾ ഈ സൂര്യനെയും ചന്ദ്രനെയും ദൈവമായിട്ട് ആരാധിക്കണമെന്ന് പറയുമ്പോൾ യോനാസും ബർച്ചാസ്യൂസും പറയുകയാണ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഞങ്ങളുടെ ദൈവത്തെ അനുസരിക്കുകയാണ് ഈ നിങ്ങളെ ഭൂമിയിലെ ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനുവേണ്ടി എന്ത് പീഡനവും സഹിക്കാൻ തയ്യാറായി വരികയാണ്. അങ്ങനെ യോനാസിനെ ഇരുമ്പ് തണ്ടുകൊണ്ട് അടിക്കുകയും ക്രൂരമായ രീതിയിൽ അടിച്ചവശതയാക്കിയിട്ട് അതിഭയാനകമായ ഫ്രോസൺ, അതായത്
ഐസ് പോലെയുള്ള ഐസ് നിറഞ്ഞ ആ കുളത്തിലേക്ക് തള്ളിയിട്ട് അതിൽ കെട്ടിയിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്രീസ് ചെയ്ത് കൊല്ലുന്നു. മറുവശത്ത് തൻ്റെ സഹോദരനായ ബറാച്ചീസ്യൂസിനെ കക്ഷത്തിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് പലക വയ്ക്കുകയും മറ്റേ കക്ഷത്തിൽ ചുട്ടുപഴുത്ത ചുറ്റിക വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഭയാനകമായ രീതിയിൽ പീഡിപ്പിക്കുകയും അതിനുശേഷം ഒരു കാൽ മുകളിൽ കെട്ടിയിട്ടുകൊണ്ട് ഒരു കാലിൽ കെട്ടിത്തൂക്കിയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. ആ സമയത്തെല്ലാം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വിശ്വാസത്തെ പ്രതി ജീവന്റെ കിരീടം സ്വന്തമാക്കിയ ആ ആനന്ദത്തിൽ അവർ മരിക്കുകയാണ്, അവർ ജീവൻ കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് നിത്യമായ ആനന്ദം. ആ നിത്യമായ ആനന്ദത്തിന് വേണ്ടി വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ആ വിശ്വാസത്തിൽ തളരാതെ കർത്താവിനെ മുറുക്കെ പിടിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. അതാണ് സങ്കീർത്തനങ്ങളിലും സുവിശേഷത്തിൽ മുഴുവൻ പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി എന്ത് പീഡ സഹിക്കാനും തയ്യാറാകുമ്പോൾ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ, വിശ്വാസത്തിന് വേണ്ടി അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ അപ്പോൾ തന്നെ നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതാണ് നിത്യജീവന്റെ സന്തോഷം. മറ്റൊരു വിശുദ്ധൻ മാക്സിമിലിയൻ കോൾബെ, ഇത് കഴിഞ്ഞ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അഷ്വിറ്റ്സ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് നടന്ന സംഭവം ഇതായിരുന്നു. അവിടെ അതിഭയാനകമായ രീതിയിൽ ഗ്യാസ് ചേമ്പറുകളിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഹിറ്റ്ലറുടെ നാസി ആക്രമണം മൂലം പോളണ്ടിൽ നിന്നും പിടിക്കപ്പെട്ട ഈ മര്യഭക്തനായ, ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, ഡബിൾ ഡോക്ടറേറ്റ് എടുത്ത മര്യഭക്തനായ മാക്സിമിലിയൻ മരിയ കോൾബെ, ഒരു ഫ്രാൻസിസ്കൻ അച്ഛനായ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ആളാണ്. ആ പുരോഹിതൻ ഇതാ അഷ്വിറ്റ്സിലെ ഭീകരതയുടെ മധ്യത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം, അവിടെ അന്നുണ്ടായ ഒരു സംഭവം, 3 തടവുകാർ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി അഥവാ രക്ഷപ്പെട്ടു. ഇതിൽ കോപാകുലനായ ഹിറ്റ്ലറുടെ നാസി ഗവൺമെൻറ്റിൻ്റെ കമാൻഡർമാർ അതിനിവരൊരു പാഠം പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി 10 തടവുകാരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ 10 തടവുകാരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചത് മറ്റ് 3 പേർ ജയിലിൽ ചാടി പോയതിൻ്റെ പേരിലാണ്. അതുപോലെ അപ്പം അതിന് പകരം ആ ദേഷ്യം മുഴുവനും, അതോടൊപ്പം ഇവർക്കൊരു വാണിംഗ് ആയിട്ട് 10 തടവുകാരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ കരഞ്ഞു പറയുകയാണ്, അയ്യോ എന്നെ കൊല്ലരുതേ, എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണേ. അപ്പോൾ കമാൻഡർ സമ്മതിച്ചില്ല. അപ്പോൾ മാക്സിമിലിയൻ കോൾബെ എഴുന്നേറ്റിട്ട് പറയാണ്, അയാൾക്ക് ഭാര്യയും മക്കളുമുള്ള ആളാണ്, അയാളെ വിട്ടേക്ക്, അയാൾക്ക് പകരം ഞാൻ പോകാം. അങ്ങനെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വചനം പൂർത്തിയാക്കിക്കൊണ്ട് തൻ്റെ സ്നേഹിതനായ ആ ജയിലറയിൽ കഴിയുന്ന, തടവറയിൽ കഴിയുന്ന തൻ്റെ ഒരു സ്നേഹിതനെ ജീവൻ കൊടുത്ത് രക്ഷിക്കുകയാണ്. ആ വ്യക്തി മാക്സിമിലിയൻ കോൾബെയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ച സമയത്ത് ആ വ്യക്തി അവിടെ സന്നിഹിതനായിരുന്നു. മാക്സിമിലിയൻ കോൾബെയും മറ്റ് അടങ്ങുന്ന 10 പേരെ പട്ടിണിക്കിട്ട് അവസാനം മറ്റുള്ളവരെല്ലാവരും മരിച്ചു. എന്നാൽ മാക്സിമിലിയൻ കോൾബെ മുട്ടുകുത്തി നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതികഠിനമായ ഡീഹൈഡ്രേഷൻ, വയറിളക്കം, അസുഖങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഭയാനകമായ ഒരവസ്ഥയിൽ മാക്സിമിലിയൻ കോൾബെ മരിക്കുന്നില്ല. അവസാനം അവർ ലിഥേൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട്
മരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഷ്വൈറ്റ്സിലെ നാസി തടവറയിൽ വെച്ചുകൊണ്ട് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഉദാഹരണമായിട്ട്, ഒരു ടവറിങ് ലവ്, ഒരു ഭയങ്കര അടയാളമായിട്ട് മാറി. അധികം അങ്ങനെ മാക്സിമിലിയൻ കോൾബെയുടെ രക്തസാക്ഷിത്വത്തിലൂടെ യൂറോപ്പിൽ പോളണ്ടുകാരനായ ഈ കോൾബെ പുണ്യവാളൻ യൂറോപ്പ് മുഴുവനിലെയും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അതിശക്തമായ ദൈവസ്നേഹ അനുഭവത്തിൻ്റെ ഒരു പ്രസരണം നടത്തുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഓരോ രക്തസാക്ഷിത്വവും ജീവനെ, നിത്യജീവൻ്റെ അതിശക്തമായ പ്രസരണം നൽകിക്കൊണ്ട് ഇന്നും നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വാസ്തവം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ട ലോറൻസിൻ്റെയും ഒരു വശം മുഴുവനും കരിഞ്ഞിട്ടും വേദനിക്കാത്ത ലോറൻസ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഒരു വശം കരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എന്നെ തിരിച്ചിട്ട് മറുവശവും കരിക്കണമേ. യോനാസും ബാർച്ചീസിയോസും ഇരുമ്പിൻ്റെ പഴുത്ത ഇരുമ്പ് പലകകൾ കക്ഷത്തിൽ വെച്ചിട്ട് കരിഞ്ഞിട്ടും നാസാരന്ധ്രത്തിലും കണ്ണിലും ഉരുകുന്ന ഈയമൊഴിച്ച് ഒരു കാലിൽ തൂക്കിയിട്ട് കൊന്നിട്ടും അവർ ആരും വിശ്വാസം ക്ഷയിച്ചില്ല. അപ്പോഴും കത്തിജ്വലിക്കുന്ന വിശ്വാസമാണ് നിത്യതയിലേക്ക് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവയെല്ലാത്തിലൂടെയും നമ്മുടെ ജീവൻ്റെ കവാടത്തിൽ നിൽക്കുന്ന നമ്മൾ പ്രോത്സാഹിക്കപ്പെടണം. നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെതായ ഒന്നിലും ആശ്രയിക്കാതെ നിത്യതയിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് നമ്മൾ ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ വിശുദ്ധ ലോറൻസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച മാക്സിമിലിയൻ കോൾബെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരിലേക്കും ആ ചൈതന്യം ഒരിക്കൽ കൂടി ഒഴുക്കിക്കൊണ്ട് ഞങ്ങളും ലോകം മുഴുവനിലേക്കും സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രസരണമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.